എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മുടെ ലൈഫിനൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ഈ സീറ്റ് ബെൽറ്റ് ഊരാൻ കഴിയാതെ പോകുന്നൊരു അവസ്ഥയായിരിക്കും. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു വാർത്ത എത്തിയായിരുന്നു. അതിപ്പോൾ വണ്ടി കത്തുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, അതായത് വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയാൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റും. പക്ഷെ അപ്പം അവിടെ വില്ലനായിട്ട് നിൽക്കുന്നത് ഈ സീറ്റ് ബെൽറ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റാതെ ഇത് ജാമായി പോകാൻ. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പാനിക് ആവുന്നത്, അങ്ങനെ മറ്റു കുറേ ഘടകങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിനെ രക്ഷിക്കാനായിട്ട് ഒരു ലൈഫ് സേവർ ആയിട്ടുള്ള ഒരു ആശയം, ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു ആശയം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ചെറിയൊരു പ്രോട്ടോ ടൈപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ സംഭവം ഒന്ന് പരിചയപ്പെടും. അപ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റ് ജാം ആവുന്നതല്ലാതെ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു അപകടം വരുമ്പോഴത്തേനും നമ്മൾ ചിലപ്പം പെട്ടെന്ന് പാനിക്കായിട്ട് ഈ സീറ്റ് ബെൽറ്റ്, ഇപ്പോൾ ഇച്ചിരി വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവർ ഈ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോർമൽ കണ്ടീഷനിൽ ഇത് പ്രസ് ചെയ്യുന്നു, സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യുന്നു. കുറച്ച് വണ്ണമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് വലിച്ച് ഇത് നയച്ചതിന് ശേഷമാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഇവർക്ക് സമയമെടുത്ത് പതുക്കെ വലിച്ച്, അങ്ങനല്ല, നമ്മൾ പാനിക്കാണ്. സോ അവർ പെട്ടെന്ന് സഡനായിട്ട് വലിക്കും. അപ്പം ഇത് ഇങ്ങനെ ഇതായിപ്പോയി. ശരിക്കും സീറ്റ് ബെൽറ്റ് അവിടെ ജാം അല്ല, അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അവർ പാനിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിങ്ങനെ ജാമായൊരവസ്ഥ. ഇപ്പം എന്ത് തരത്തിലായിക്കോട്ടെ നമ്മുടെ സിറ്റുവേഷൻ ഇത്രേ ഉള്ളൂ. നമുക്ക് സീറ്റ് ബെൽറ്റ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് നോർമലായിട്ട് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഈ സീറ്റ് ബെൽറ്റ് കട്ടേഴ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ സീറ്റ് ബെൽറ്റ് കട്ടർ തന്നെ വേണമെന്നില്ല, നമുക്ക് അല്ലാത്തൊരു നോർമൽ ബ്ലേഡ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്ലൈഡിങ് ബ്ലേഡൊക്കെ മേടിച്ചാണെങ്കിലും വണ്ടിയിലുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് മുറിക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്നൊരു അപകടം, പെട്ടെന്ന് വണ്ടിയിൽ തീ ആളി കത്തുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയി, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഡാഷൊക്കെ തുറന്ന് ഓക്കെ ഞാൻ ബ്ലേഡ് എടുത്ത് മുറിക്കാം, ആ ഒരു ഇതൊന്നും നമുക്ക് പെട്ടെന്ന് വരത്തില്ല എന്തൊക്കെ പറഞ്ഞാലും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് മുറിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് മാത്രമാണ്. ഇത് നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തിക്കുമ്പം ഞാൻ പറയുന്നതിലും എളുപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഐഡിയ കൺവേ ആവും. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനൊരു സീറ്റ് ബെൽറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വേണം. അപ്പോൾ ഇതിങ്ങനെ പിടിപ്പിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു കേസുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു സീറ്റ് ബെൽറ്റ് വലിക്കുമ്പോഴും അതുപോലെ തന്നെ അയയാനുമായിട്ടുള്ള നല്ല സ്പേസ് കാണണം. അല്ലാതെ അതിനെ ലോക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല സ്പേസ് ഉണ്ട്, സീറ്റ് ബെൽറ്റിന് തടസ്സം കൂടാതെ പ്രവർത്തിക്കാൻ. ഇതിൻ്റെ യൂസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ സീറ്റ് ബെൽറ്റ് ജാം ആവുകയാണ്, നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് മുറിക്കേണ്ട അത്യാവശ്യം വരുന്നു. അപ്പം ഇതിൻ്റെ ലൈക്ക് ഈ ഒരു പോർഷനിലും ഉള്ളിലായിട്ട് ഇറങ്ങി വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബ്ലേഡ് വേണം. അതായത് നമ്മൾ ഈ പൂച്ചയുടെ നഖം ഞെക്കുമ്പം ഇറങ്ങി വരത്തില്ലേ, അതുപോലെ ഒരു ബ്ലേഡ് വേണം. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു ബട്ടൺ നമുക്ക് ആവശ്യമുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഞെക്കുമ്പോഴത്തേനും ഈ രണ്ട് സൈഡിൽ നിന്നും ബ്ലേഡ് ഇറങ്ങി വന്ന് ഇതിനെ, ഈ ഒരു ബെൽറ്റിനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റണം. അപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഏതെങ്കിലും ഒരു കമ്പനി ഈ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചാൽ അത് പലരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈവൻ ഇനിയിപ്പം ഫ്യൂച്ചറിലേക്ക് കാറ് കമ്പനികൾ തന്നെ, ഇപ്പോൾ കാർ നിർമ്മാണ കമ്പനികൾ തന്നെ ഇങ്ങനെ അവരുടെ ഒരു വാഹനം വിപണിയിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനെ ഇൻബിൽട്ടായിട്ട് ഇങ്ങനൊരു ഡിവൈസ് കൂടെ കൊടുത്താൽ വളരെ നന്നായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പാണ്. ഇനിയും ഇതിൽ ഒത്തിരി അഡ്വാൻസ്മെൻറ്റ് വരണം. കാര്യം നമ്മുടെ മൈൻഡിൽ അപ്പോൾ വരുന്നൊരു സംശയമുണ്ട്, ഇപ്പം നമ്മൾ തന്നെ ആവശ്യമില്ല, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ വല്ലതും വണ്ടിയിൽ കയറുമ്പോൾ ആവശ്യമില്ലാതെ ഈ ബട്ടണൊക്കെ പ്രസ് ചെയ്താൽ ഇത് ഒരാവശ്യമില്ലാതെ ഈ ബെൽറ്റ് കട്ടാവുന്ന സിറ്റുവേഷൻ വരത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സേഫ്റ്റി ലോക്കുകളും കാര്യങ്ങളും ഒക്കെ വരണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനൊരു ഡിവൈസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചാണ്, ഒരു ആശയം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചാണ്. അപ്പം പ്രാവർത്തികമാകാൻ കഴിയുന്നവർ പ്രാവർത്തികമാക്കിയിട്ട് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉടനെ തന്നെ മാർക്കറ്റിലേക്ക് എത്തട്ടെ, ഇല്ലെങ്കിൽ കാർ നിർമ്മാണ കമ്പനികൾ തന്നെ അത് ഇൻബിൽട്ടായിട്ട് നമുക്ക് തരട്ടെ. അങ്ങനെ അപകടത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. മൺസൂൺ കാലമാണ്, അപ്പം മൺസൂണിൽ വണ്ടി ഓടിക്കേണ്ട എങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നമ്മുടെ എല്ലാ യാത്രകളും അപകടം കൂടാതെ സേഫായിട്ടിരിക്കട്ടെ.